അക്ഷരം അറിയാത്തവരെ നന്നായിട്ട് സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എൻ്റെ ഒരു അനുഭവത്തിൽ ഒരു വെളിച്ചപ്പാടൻ ഉണ്ടായിരുന്നു. നമ്മുടെ നെച്ചിക്കോത്തുകാവിലെ വെളിച്ചപ്പാടൻ. അദ്ദേഹത്തിന് അക്ഷരം അറിയില്ല. പക്ഷേ അയാൾ നമ്മൾ തെയ്യം കെട്ടിയിട്ടാകുമ്പം ഈ വാക്ക് നമ്മൾ പറയുന്നത് തമ്പുരാട്ടി സംസാരിക്കുന്നതുണ്ടല്ലോ, ഒരുപക്ഷെ സംസ്കൃതത്തിലിങ്ങനെ ഉതിർന്നു വരും വാഗ്ധോരണികളാണ്. വെറും കേട്ടുപഠിച്ചതാണ്. അന്ന് കേട്ടുപഠിക്കലാണ്. അപ്പോൾ എന്തിനാ നമ്മുടെ വീട്ടി ഭട്ടതിരിപ്പാട് ഈ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് എല്ലാം കേട്ടുപഠിച്ചിട്ടില്ലുള്ളൂ. അങ്ങനെയാണല്ലോ അവർ അമ്പലത്തിൽ ശാന്തിക്കാരനായിട്ട് പോയപ്പോൾ കുട്ടിയോട് ചോദിച്ചത്. കുട്ടി കണക്ക് ചോദിക്കാൻ വേണ്ടി വന്നപ്പോൾ എനിക്ക് അക്ഷരം അറിയില്ല എന്ന് ആ കുട്ടിയോട് പറഞ്ഞപ്പോൾ ആ കുട്ടിയാണല്ലോ പിന്നെ അക്ഷരം പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെയാണ് മാന്മാർക്ക് കൊട എന്നത് അന്ന് വെല്ലം കൊണ്ടുവന്ന പത്രത്തിൽ ആദ്യത്തെ വേട്ടിപ്പട്ടതിരിപ്പാട് വായിക്കുകയാണ്. മാന്മാർക്ക് പൊട്ടിച്ച് ആഹ്ലാദത്തോടു കൂടി കണ്ട് തുള്ളിച്ചാടി. കാരണം ഒരക്ഷരം അയാൾ വായിക്കുകയാണ്. അതാണ് ആ കാലം. അന്ന് അതുകൊണ്ടായിരുന്നില്ല നമ്മൾ പേടി വന്നു. വീട്ടിപ്പട്ടതിരിപ്പാടെല്ലാം കൊണ്ടുവന്നെടുത്തി നമ്മൾ പേടി എത്തി. 2026 നമ്മുടെ പുതിയ AC സംവിധാനത്തിൻ്റെ വായനശാലിനെ പറ്റി നമ്മൾ ചർച്ച ചെയ്യുന്നതെന്നുള്ള കാര്യം ഓർമ്മിക്കണം.